നമസ്കാരം. ചില കാര്യങ്ങൾ എത്ര ദുഃഖമുണ്ടാക്കുന്നതാണെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് ചിരി വന്നു പോയേക്കാം. അതുപോലെ പറയുമ്പോഴും അത്തരത്തിലുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ, പ്രത്യേകിച്ച് CPM-കാരുടെ രീതി നമുക്കറിയാം. അവർക്ക് അണികൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമില്ല. അവരുടെ അഭിപ്രായങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ നേതാക്കളാണ്. നേതാക്കൾ എന്താണോ പറയുന്നത് അതിൽ യുക്തിയുണ്ടോ, ശരിയാണോ, തെറ്റാണോ, ഇതൊന്നും നോക്കാതെ അതിനെ ന്യായീകരിക്കുകയും അനുകൂലിക്കുകയും അതിനുവേണ്ടി എതിർക്കുന്നവരെ കയ്യേറ്റം ചെയ്യുകയും തല്ലുകയും അവരെ തെറി വിളിക്കുകയും ഒക്കെയാണ് ഈ CPM അണികളുടെ രീതി. ഇതൊക്കെ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവർ എന്തിനേയും എതിർക്കുക എന്നുള്ളത് തങ്ങളുടെ ജന്മാവകാശമായിട്ടാണ് ഈ CPM-കാർ കൊണ്ടു നടക്കുന്നത്. ഒരു കാര്യം, ഒരു വികസന പദ്ധതി ഒരു ഭരണകൂടം അവതരിപ്പിക്കുമ്പോൾ അതിനെ എതിർത്തില്ലെങ്കിൽ അത് തങ്ങൾക്ക് എന്തോ ഒരു പോരായ്മയാണ്, തങ്ങൾ ബുദ്ധിജീവികളുടെ ഗണത്തിൽ പെടില്ല എന്നുള്ളൊരു മിഥ്യാധാരണയാണ് ഈ മണ്ടൻ ശിരോമണികൾക്കുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വാശ്രയ കോളേജ്, ട്രാക്ടർ, കമ്പ്യൂട്ടർ, GST. ഇതൊക്കെ വന്നപ്പോൾ ഈ CPM-കാർ എതിർത്തു. അവരിവിടെ കാണിച്ചു കൂട്ടിയ കോലങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്താൻ SFI വിദ്യാർത്ഥികളെ അഴിച്ചുവിട്ടിട്ട് പിണറായി വിജയൻ അതേ വർഷം അതേ സമയത്ത് കേരളത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ വീണ മുഹമ്മദ് റിയാസിനെ തമിഴ്നാട്ടിലെ സ്വാശ്രയ കോളേജിൽ ചേർത്ത് പഠിപ്പിച്ചു. അത് ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ, അന്ന് പിണറായി വിജയൻ്റെ സന്തത സഹചാരിയായിരുന്ന സുഹൃത്തുമായിരുന്ന ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ഒളിക്യാമറകൾ പറയാത്തത് എന്ന പുസ്തകത്തിലുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിനെയും എതിർത്ത പ്രതിഷേധങ്ങളിൽ, ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് ഈ പിണറായി വിജയൻ. അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മകൾ വീണ ഇപ്പോൾ ഒരു IT കമ്പനിയുടെ ഉടമസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമരം നടത്താനും ചാകാനും കൊല്ലാനും കേസുണ്ടാക്കാനും പോയ അണികൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അവർ വീണ്ടും പിണറായി വിജയൻ പറയുമ്പോൾ, അല്ലെങ്കിൽ സഖാക്കൾ പറയുമ്പോൾ എന്ത് ചെയ്യാനും അവർക്ക് യാതൊരു മടിയുമില്ല. അതിൽ വളരെ കുറച്ച് പേർ മാത്രം മാറ്റി ചിന്തിച്ച് അവരുടേതായ വഴികൾ തിരഞ്ഞെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയത് തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. തമിഴ്നാട്ടിലെ ഈ നാഗപട്ടണത്ത് കല്യാണ സുന്ദരം എന്ന് പറയുന്ന 45 വയസ്സുള്ള CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഇന്നലെ പൊള്ളലേറ്റ് മരിച്ചു. പൊള്ളലേറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. പക്ഷേ മരണപ്പെട്ടത് ഇന്നലെയാണ്. എങ്ങനെയാണ് കല്യാണ സുന്ദരത്തിന് പൊള്ളലേറ്റത് എന്നുള്ളതല്ലേ? അദ്ദേഹം ഒരു സമരം നടത്തി, ഒരു പ്രതിഷേധം നടത്തി ഈ കല്യാണ സുന്ദരത്തിൻ്റെ നേതൃത്വത്തിൽ. അതിനിടയിലാണ് ഒരാളുടെ കോലം കത്തിച്ചു. ആ കോലം കത്തിച്ചത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പടർന്നു പിടിച്ചാണ് ഇദ്ദേഹത്തിന് പൊള്ളലേറ്റത്. അന്ന് മുതൽ ആശുപത്രിയിലായിരുന്നു. ഇനി എന്തിനാണ് പ്രതിഷേധമെന്നല്ലേ? പ്രതിഷേധം നടത്തിയത് വെനിസ്വേലയിൽ കടന്നുകയറി അവിടുത്തെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ US പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചാണ് ട്രംപിൻ്റെ കോലം ഇവർ അവിടെ കത്തിച്ചത്. നോക്കൂ, എത്ര വിഡ്ഢിത്തം നിറഞ്ഞൊരു കാര്യമാണെന്ന് നോക്കൂ. ഈ കേരളത്തിലായാലും ഇത്തരത്തിൽ നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്, ഈ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. വെനിസ്വേലയിൽ കടന്നുകയറി നിക്കോളാസ് മഡുറോയെ പിടിച്ചുകൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് അമേരിക്കക്കെതിരെയൊക്കെ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഷിജുക്കാനോ അങ്ങനെയൊക്കെ പറയുന്ന കുറേ പേരുണ്ടല്ലോ, ഈ അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും നടന്നത്. ഞാൻ കരുതിയത് തമിഴ്നാട്ടിൽ ഈ ചിലയിടങ്ങളിലൊക്കെ ഈ CPM ഉണ്ട്, അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അത് ഏതൊരു നാടിനും, ഇപ്പോൾ തമിഴ്നാട്ടിലായിരുന്നാലും മറ്റേതൊരു നാട്ടിലായിരുന്നാലും ആ നാട്ടിലെ ജനങ്ങളെ സംബന്ധിക്കുന്ന, അവരെ പ്രതികൂലമായി ബാധിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഗുണപ്പെടേണ്ട പല വിഷയങ്ങളുമുണ്ട്. അതിനെയൊക്കെ സമരം നടത്തുക, അതായത് അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങളെ, സാധാരണക്കാർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങൾക്കെതിരെ സമരം നടത്തുക, അവർക്ക് ഗുണകരമായിട്ടുള്ള, അവർക്ക് കിട്ടാനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നേടിയെടുക്കാനായി സമരം നടത്തുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഏതോ വേറൊരു ഭൂഖണ്ഡത്തിലുള്ള വെനിസ്വേലയിൽ അമേരിക്കൻ സൈന്യം കടന്നുകയറി അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയതിൽ പ്രതിഷേധിച്ചാണ് ഈ മണ്ടശിരോമണികൾ, ഈ വേട്ടവളിയന്മാർ ഇവിടെ ഈ ഒരു സമരം നടത്തുന്നത്. അതിന് നഷ്ടപ്പെട്ടത് എന്താണ്? അയാളുടെ ജീവൻ. എനിക്ക് തോന്നുന്നില്ല ഒരാളും ഇതിൽ സങ്കടപ്പെടുമെന്ന്. അയാളുടെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു, അവർ സങ്കടപ്പെടും. ഒരുപക്ഷെ അയാളുടെ കൂട്ടുകാർ പോലും ഇനി ഇതിൽ നിന്ന് മാറ്റി ചിന്തിക്കും. കാരണം ഞങ്ങൾ പലരും ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഇനി എന്തിനാണ് ഈ കല്യാണ സുന്ദരം മരിച്ചത്? എനിക്ക് തമിഴ്നാട്ടിലെ എന്തെങ്കിലും വിഷയമാണോ? അല്ല, അമേരിക്കയിലെ വിഷയമാണ്. അത് നിക്കോളാസ് മഡുറോ, അത് പലരും കേട്ടുകൂടി കാണില്ല. നിക്കോളാസ് മഡുറോയെക്കുറിച്ച് പലരും കേട്ടുപോലും കാണില്ല. അപ്പോൾ നിക്കോളാസ് മഡുറോ, വെനിസ്വേല, അമേരിക്കൻ, ഡൊണാൾഡ് ട്രംപ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സാധാരണക്കാരായ, കാരണം തലയ്ക്ക് വെളിവില്ലാത്തവരാണല്ലോ ഈ പാർട്ടിയിലുള്ളത്, അതിൻ്റെ താഴേക്കിടയിലുള്ള ഈ തലയ്ക്ക് വെളിവില്ലാത്തവർ വിചാരിക്കും, ഓ സഖാവ് വലിയ, അതായത് അന്താരാഷ്ട്ര കാര്യങ്ങളാണ് പറയുന്നത്, എന്തൊരു അറിവാണ് ഈ മനുഷ്യന്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇവിടെ ഇന്ത്യയിലെ കാര്യം പറയാൻ കഴിയില്ല പലതും, കാരണം ജനങ്ങൾക്ക് ബോധം വന്നു തുടങ്ങി. അതുകൊണ്ട് ഇന്ത്യയിലെ കാര്യം പറയാൻ കഴിയാത്തത് കൊണ്ട്
കുറേ പേര് വിശ്വസിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇത് തന്നെയാണ്. പലരും ഡോക്ടർ എന്നുള്ളതാണല്ലോ ഇവരുടെ ഈ സഖാക്കന്മാരുടെ പലരുടെയും പേരിന് മുന്നിലായിട്ട് ഡോക്ടറുണ്ട്. ഈ ഡോക്ടർ എങ്ങനെയാണ് ഈ ഡോക്ടറേറ്റ് കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ സാധാരണക്കാരായ ഈ പട്ടിണി പാവങ്ങൾ, ഈ സമരം വിളിക്കാൻ നടക്കുന്നവരൊക്കെ വിചാരിക്കും, അയ്യോ ഇദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്, അപ്പോൾ അദ്ദേഹം പറയുന്നതെല്ലാം സത്യമാണ്. നിക്കോളാസ് മഡുറോ എന്ന് നേരാവണ്ണം അക്ഷരത്തെറ്റില്ലാതെ എഴുതാനോ നാവുളുക്കാതെ പറയാനോ കഴിയാത്തവന്മാരാണ് ഈ സമരം നടത്തുന്നത് അല്ലെങ്കിൽ സമരം നയിക്കുന്നത് എന്നുകൂടി ഓർക്കണം. എന്തായാലും ഈ കല്യാണ സുന്ദരത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരു വിഷമവും തോന്നിയില്ല. കാരണം ഈ നാടിനെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിനാണ് അയാൾ സമരം നടത്തിയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സർവ്വസാധാരണമാണ്. അങ്ങനെ നടത്തിയിരുന്നതെങ്കിൽ, അതിനിടയിലാണ് അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയിരുന്നതെങ്കിൽ ഒരു വിഷയവുമില്ല. അത് നമുക്ക് തീർച്ചയായും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഏതോ രാജ്യത്ത് എന്തോ കേട്ടുകൊണ്ട് സമരം നടത്തുകയാണ്, അതിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ഇനി വെനിസ്വേലയിലെ കാര്യം എടുത്താലും അവിടെ ഈ നിക്കോളാസ് മഡുറോയെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം അവിടെ വളരെ ശാന്തമായും സമാധാനമായും ജനങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ കേരളത്തിലെ അന്തം കമ്മികൾക്ക് ഈ കല്യാണ സുന്ദരത്തിൻ്റെ ഈ ഒരു അവസ്ഥ, ഈ ഒരു ഗതി ഒരു പാഠമാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം.